ഇനി ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ അതിന്റെ ഭാഗമായി റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു. അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജനുവരി മാസം 4-ാം തീയതിയാണ്. അപ്പോൾ ഡ്രൈ ഡേ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം, അത് ഡ്രൈ ഡേ ഉണ്ടാകുന്ന സമയത്തുള്ള സാമ്പത്തിക നഷ്ടം, ഇതിനെ സംബന്ധിച്ച് ഒരു കണക്കവർ തയ്യാറാക്കി. അത് സാധാരണ നിലയിൽ ഈ വർഷം മാത്രമല്ല, എല്ലാ വർഷവും അവരത് പറയാറുണ്ട്. ഈ വർഷവും അവരത് പറഞ്ഞു. അത് നയവുമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ പറഞ്ഞു, നയപരമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല, വകുപ്പ് ആലോചിച്ചിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട്, ഒരു അഴിമതി ആരോപണം എവിടെ എത്തി? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്നല്ലേ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആകെ 3.5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഒരു ചെറിയ പണി ഏൽപ്പിച്ചതാണ്. അതെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് 3.5 ലക്ഷത്തിന് ഒരു സോഫ്റ്റ്വെയർ IT ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അതാണ് അഴിമതി എന്ന് പറഞ്ഞ്. പിന്നെ അതെവിടെയും കണ്ടിട്ടില്ല. കൺസൾട്ടൻസി മുതൽ എക്സാലോജിക്കയിലേക്ക് എത്തി, ഇപ്പൊ അത് മാറി ഇപ്പോൾ ഇതിലേക്ക് എത്തി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു പ്രതിഭാസമാണ്, ഇതൊരു രോഗത്തിന്റെ ലക്ഷണമാണ്. ഞങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചാലും ഇത് ഇല്ലാതാക്കാൻ പറ്റില്ല. പിന്നെ സംശയം, അതൊരു പ്രധാനപ്പെട്ട രോഗമാണ്. അത് എവിടുന്നാ വന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല.